നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ രണ്ടാമത്തെ ദിവസം കറങ്ങാൻ നമ്മൾ ഉപയോഗിച്ച വാനായിരുന്നു. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്തപൂർ ടൂറിലേക്ക് പോവാം. ആദ്യം തന്നെ പോയത് സംഗമഹാദേവിലേക്കായിരുന്നു. ഇവിടെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തി അവിടുത്തെ ഒരു മാജിക്കാരനായിരുന്നു. ये देखिए जी वन पिजन है, ये देखिए जी वन पिजन है. अब देखिए जी वन पिजन से है ना, ये देखिए टर्न में 3 पिजन हो जाएंगे. 2 पिजन है ना, वहां से आएंगे ऊपर से. प्लीज कम टू पिजन, मूव राइट. ये देखिए जी 3 बन गया. जादू से नहीं बनाया, कला से बनाया. अगर जादू से 1 के 3 बनाता ना तो मार्केट में जाके बेच देता. ये कला है. और बंद करा है एक और खोल के देखते हैं कैसे 1 पिजन से 3 पिजन बनकर तैयार है. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡോളേശ്വർ മഹാദേവിലേക്കായിരുന്നു. അതും ഒരു ശിവ ടെമ്പിൾ ആണ് കേട്ടോ. ഇവിടെ നല്ല വിലക്കുറവിൽ രുദ്രാക്ഷമാല കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയത് നമ്മൾ ഭക്തപൂർ ദർബാർ സ്ക്വയറിലേക്കായിരുന്നു. ഇവിടെ കുറച്ച് റിച്ച് ആണ് കേട്ടോ. 500 നേപ്പാൾ മണി കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. 14-15 സെഞ്ചുറിയിലുള്ള മല്ലാഫ് കിങ് ഓഫ് നേപ്പാളും അത് കഴിഞ്ഞിട്ട് വന്ന കിങ്ഡം ഓഫ് ഭക്തപൂറിന്റെയും റോയൽ പാലസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കുറച്ച് ഭാഗങ്ങളൊക്കെ മുമ്പ് നടന്ന എർത്ത് കേക്കിൽ നശിച്ചിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ നടക്കാൻ പറ്റിയ കുറെ തെരുവുകളും അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരൂല. അപ്പോൾ ഓക്കെ, ബൈ.